ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ യൂട്യൂബേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സീരീസിലെ 5ാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലൊരു തംബ്നെയിൽ മേക്ക് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഞാൻ കാർഡിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോസ് കൂടി ഒന്ന് കാണുക. നിങ്ങൾ എൻ്റെ തംബ്നെയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ തംബ്നെയിൽ നോക്കി കഴിഞ്ഞാൽ അത്ര ക്രിയേറ്റിവിറ്റി ഒന്നുള്ള ആളല്ല ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള തംബ്നെയിൽസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് 4 ആപ്ലിക്കേഷൻസ് ആണ്. 4 ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വളരെ കോംപ്ലിക്കേറ്റഡുള്ള പ്രോസസ്സൊന്നുമല്ല. നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പിക്സാബേ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ പിക്സാബേ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിക്സാബേ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മലയാളം ട്രോൾ മേക്കറാണ്. മലയാളം ട്രോൾ മേക്കർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് മലയാളം ട്രോൾ മേക്കർ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഫോണ്ടുകൾ കിട്ടും, മലയാളം ഫോണ്ടുകൾ കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. മൂന്നാമത് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറേസർ, ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്നൊരു ആപ്ലിക്കേഷനാണ്. അത് ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും. അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഇറേസർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾക്ക് പല തംബ്നെയിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പല ഫോട്ടോസ് നമുക്ക് ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ നമ്മളുടെ തന്നെ ഫോട്ടോസ് ആയിരിക്കും നമ്മൾ തംബ്നെയിലായിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ നമ്മൾ തംബ്നെയിലായിട്ട് കൊടുക്കും. അപ്പോൾ ആ ഫോട്ടോസൊക്കെ നമുക്കിപ്പോൾ ഗൂഗിളിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കത് ഇറേസ് ചെയ്തെടുക്കണം, ബാക്ക്ഗ്രൗണ്ട് ഇറേസ് എടുക്കണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇറേസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇനി നമ്മൾ ഫൈനലായിട്ട് യൂസ് ചെയ്യുന്നത് പിക്സൽ ലാബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. പിക്സൽ ലാബിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു തംബ്നെയിൽ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. സോ ആദ്യമായിട്ട് നമുക്ക് പിക്സാബേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നോക്കാം. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഞാൻ ഈ പരിചയപ്പെടുത്തിയ എല്ലാ ആപ്ലിക്കേഷനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ പിക്സാബേയിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജസ് കിട്ടും. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതും HD ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. തൽക്കാലം ഞാൻ ഈ ആദ്യം കാണുന്ന ഈ ഒരു ഇമേജ് തന്നെ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ഓപ്ഷൻസ് ഉണ്ട്. പല റെസൊല്യൂഷനിലുള്ള പിക്ചേഴ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ അതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇറേസർ എന്നൊരു ആപ്ലിക്കേഷനാണ്. സോ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ആപ്ലിക്കേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇമേജ് നമുക്ക് നമ്മുടെ തംബ്നെയിൽ വരണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്ത് കളയാം. അതിൽ നമുക്ക് ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അതിൽ ജസ്റ്റ് ലോഡ് എ ഫോട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഇറേസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്കിവിടെ 4-5 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്ന് സൂം എന്ന് പറയുന്ന ഓപ്ഷനാണ്, ഒന്ന് മാജിക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനാണ് എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ജസ്റ്റ് ഈ മാജിക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക. സൂം ചെയ്തിട്ട് നമ്മൾ ആ തൊട്ടടുത്ത് കൊണ്ടുവന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സൈഡൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കട്ടായി വരുന്നത് കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ഇറേസായി വരുന്നത് കാണാൻ പറ്റും. അതിനുശേഷം തൊട്ടടുത്ത് മാനുവൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മാനുവൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓട്ടോമാറ്റിക് അല്ല, നമ്മൾ കൈകൊണ്ട് തന്നെ ഈ സൈഡൊക്കെ കട്ട് ചെയ്ത് വിടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ മാജിക് യൂസ് ചെയ്യുക. മാജിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് മാജിക്കാണ് ഏറ്റവും ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചിങ്ങനെ കയറി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിപ്പയർ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിട്ട് ആ ഭാഗം തിരിച്ച് കൊണ്ടുവരാവുന്നതാണ്. അതേപോലെ തന്നെ ഓട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിംഗിൾ കളറാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറ് ജസ്റ്റ് ഒന്ന് പോയി കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും കാര്യങ്ങൾ. സോ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഡൺ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഗാലറിയിൽ കിടക്കും. ഇനി അടുത്ത് നമ്മൾക്ക് നോക്കുന്നത് മലയാളം ട്രോൾ മേക്കർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. സോ മലയാളം ട്രോൾ മേക്കർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല മലയാളം ഫോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം മലയാളം ഫോൺസ് നമ്മൾ വെബ്സൈറ്റിലൊക്കെ പോയി തപ്പിയെടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ഫോൺസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് മലയാളം ട്രോൾ മേക്കർ ഓപ്പൺ ചെയ്യുക. അതിൽ ഈ പ്ലസ് ചിഹ്നം അടിക്കുക. അതിനുശേഷം നമ്മൾ ഈ ലാൻഡ്സ്കേപ്പ് മോഡ് ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. സോ ആ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയ ശേഷം നമുക്ക് ജസ്റ്റ് നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ മലയാളം എന്ന് അടിച്ചു. അപ്പോൾ നമുക്ക് മലയാളത്തിൽ കിട്ടി.
ഇനി നമുക്ക് ഇതിൽ ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഞാൻ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും യൂസ് ചെയ്യില്ല. ജസ്റ്റ് ഫോണ്ട് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫോണ്ട് ഇൻബിൽറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫോണ്ട് ഉണ്ട്. ഇതെല്ലാം നല്ല വെറൈറ്റി ഫോൺസ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഫോണ്ടിൻ്റെ ആവശ്യമുള്ളൂ. ഇതെല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫോൺസ് തന്നെയാണ്. സോ ജസ്റ്റ് ഞാൻ ഈ മലയാളം എന്ന് പറഞ്ഞ സെറ്റ് ചെയ്തു. അതിനുശേഷം താഴെ നമുക്ക് ഷാഡോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഷാഡോ കൊടുക്കാം. അതുപോലെ നമുക്ക് താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. സോ നമ്മൾ കളർ ചേഞ്ച് ചെയ്തു. കളർ ചേഞ്ച് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഷാഡോ കൊടുക്കാം. നമുക്ക് ഷാഡോ കൊടുക്കാം. അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് സൈഡിലേക്കും ഒക്കെ. അതിനുശേഷം നമുക്ക് സൈസ് ആൻഡ് സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് സ്ട്രോക്ക് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ സൈഡിലായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കൊടുക്കാം. സോ നമുക്കിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാം. ഓക്കെ. ഈ അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എഡിറ്റർ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം യൂസ് ട്രാൻസ്പെറൻറ്റ് കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യണം. ഇതിൻ്റെ വേണം നിങ്ങളിത് സേവ് ചെയ്യാൻ. സേവ് ആസ് ഹൈ റെസൊല്യൂഷൻ ഇമേജ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ പകുതി പരിപാടി കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോണ്ടുകൾ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് പിക്സൽ ലാബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യണം. സോ പിക്സൽ ലാബ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. സോ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് സൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് തംബ്നെയിൽ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് തംബ്നെയിലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കളറാണ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം കളർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമുള്ള കളറിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇമേജ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ സൈഡിൽ ഒരു 3 ഡോട്ട് ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് യൂസ് ഇമേജ് ഫ്രം ഗാലറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇമേജ് വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട്. ഇനി നമ്മൾക്ക് നമ്മളുടെ ഇമേജ് ആഡ് ചെയ്യണം. ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പ്ലസ് ചിഹ്നം കാണിച്ചിട്ടുണ്ട്. ആ ഒരു പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഫ്രം ഗാലറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിതിൽ സ്ട്രോക്ക് കൊടുക്കാൻ സാധിക്കും. ഇതിൽ സ്ട്രോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇമേജ് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് ഓപ്ഷൻസ് വരും. ആ ഓപ്ഷൻസിൽ നമുക്ക് ഈ ഓപ്ഷൻസിൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിന് ഷാഡോ കൊടുക്കാനും അതേപോലെ തന്നെ നമ്മൾക്കിതിൽ സ്ട്രോക്ക് കൊടുക്കാനുമുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇവിടെ വൈറ്റ് സ്ട്രോക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്കിതിൻ്റെ കളർ ഫിൽറ്റേഴ്സ് ഉണ്ട്. നമുക്ക് സാച്ചുറേഷനും ബ്രൈറ്റ്നസ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും പൊസിഷൻസ് ചെറിയ രീതിയിലുള്ള പൊസിഷൻ മാറ്റങ്ങളൊക്കെ നടത്താൻ പറ്റും. അതേപോലെ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് സൈസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് സൈഡിലായിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്കിതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം. ഇംഗ്ലീഷിൽ ഒരുപാട് ഫോണ്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. ഇവിടെ എ എന്ന് പറയുന്നൊരു സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താഴെയായിട്ട് അതിൻ്റെ സൈസ് അതേപോലെ തന്നെ കളറ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഫോണ്ട് ഉണ്ട്. ഒരുപാട് ഫോണ്ടുകളുണ്ട്. ഇംഗ്ലീഷ് ഫോണ്ടുകൾ ഒരുപാട് നിങ്ങൾക്കിവിടെ കിട്ടും. അതിനുശേഷം നിങ്ങൾക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ട്. സ്ട്രോക്ക് ഷാഡോസ് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ആ ഒരു മലയാളം ഫോണ്ടുള്ള ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിലും ജസ്റ്റ് പ്ലസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫ്രണ്ട് ഗാലറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ സേവ് ചെയ്തേക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. ജസ്റ്റ് ക്രോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. സോ നമുക്കിങ്ങനെ ഇതിലേക്ക് മലയാളം ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു കളറിൽ നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. മലയാളം ടെക്സ്റ്റുകൾ ആഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഇത്രയും ഓപ്ഷൻസ് മതി നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.